ജമാഅത്തെ ഇസ്ലാമിക്കെതിരായ യു.ഡി.എഫ് സർക്കാരിന്റെ സത്യവാങ്മൂലം ചർച്ചയാകുന്നു. ജമാഅത്തെ ഇസ്ലാമി തീവ്രവാദ സംഘടനയെന്നും നിരോധിക്കണമെന്നും ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം നൽകിയത് കോൺഗ്രസ് സർക്കാർ. 2014 ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരിക്കെയാണ് സത്യവാങ്മൂലം നൽകിയത്. വിവരങ്ങളുമായി പി.വി. കുട്ടൻ ചേരുകയാണ്. കുട്ടൻ, അന്ന് തന്നെ ഉമ്മൻചാണ്ടിയെ സത്യവാങ്മൂലത്തിൽ ഉമ്മൻചാണ്ടി സർക്കാർ വ്യക്തമാക്കിയ പ്രധാനപ്പെട്ട കാര്യം ഭരണഘടനയെ അംഗീകരിക്കാത്തവരാണ് ജമാഅത്തെ ഇസ്ലാമി തീവ്രവാദ സംഘടനയാണ് എന്ന നിലപാട്. ഉമ്മൻചാണ്ടി 2014 ഉമ്മൻചാണ്ടി സർക്കാർ പറഞ്ഞതിൽ നിന്ന് 2025 എത്തുമ്പോൾ എങ്ങനെയാണ് വി ഡി സതീശനും കൂട്ടർക്കും മതരാഷ്ട്രവാദികളല്ലാതായി മാറുന്നത്, തീവ്രവാദികളല്ലാതായി മാറുന്നത്? സ്വാഭാവികമായും ആ ചർച്ച തന്നെയാണ് ഇപ്പോൾ കൊഴുക്കുകയും ചെയ്തത്. എന്തൊക്കെയാണ് വിവരങ്ങൾ കൂട്ടിച്ചേർക്കാനുള്ളത്? തദ്ദേശ തെരഞ്ഞെടുപ്പിൽ യു.ഡി.എഫ് ജമാഅത്തെ ഇസ്ലാമി സഖ്യം സജീവമായ ഘട്ടത്തിലാണ് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ഹൈക്കോടതിയിൽ നൽകിയ സത്യവാങ്മൂലം വീണ്ടും ചർച്ചയാവുന്നത്. ജമാഅത്തെ ഇസ്ലാമി തീവ്രവാദ സംഘടനയാണെന്നായിരുന്നു യു.ഡി.എഫ് സർക്കാർ അന്ന് ഹൈക്കോടതിയിൽ പറഞ്ഞത്. സർക്കാരിന്റെ നിരീക്ഷണത്തിലുള്ള ദേശദ്രോഹ സ്വഭാവം പുലർത്തുന്ന ജമാഅത്തെ ഇസ്ലാമിയെ വേണ്ടിവന്നാൽ നിരോധിക്കുമെന്നും ആ സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കിയിരുന്നു. ജമാഅത്തെ ഇസ്ലാമിയുടെ തീവ്രവാദ വർഗീയ മുഖം മനസ്സിലാക്കുന്ന സത്യവാങ്മൂലം 2014 ജനുവരി 28 ഹൈക്കോടതി സമർപ്പിച്ചത്. ജമാഅത്തെ ഇസ്ലാമിയുടെ ആത്യന്തിക ലക്ഷ്യം ഇസ്ലാമിക രാഷ്ട്ര സ്ഥാപനമാണെന്നാണ് ഇതിലുള്ളത്. ഇപ്പോഴത്തെ ഈ പറയുന്ന കൂട്ടുകെട്ട് ജമാഅത്തെ ഇസ്ലാമി യു.ഡി.എഫ് കൂട്ടുകെട്ടിന്റെ ശില്പിയായ പി.കെ. കുഞ്ഞാലിക്കുട്ടി ആ സർക്കാരിൽ രണ്ടാമനായിരുന്നു. രമേശ് ചെന്നിത്തലയായിരുന്നു അന്ന് ആഭ്യന്തരമന്ത്രി. മുസ്ലിം ലീഗിന് അന്ന് 5 മന്ത്രിമാരും മന്ത്രിസഭയിലുണ്ടായിരുന്നു. ജമാഅത്തെ ഇസ്ലാമി മതരാഷ്ട്രവാദികളില്ലെന്ന് ഈ നിലമ്പൂർ ബൈ-ഇലക്ഷൻ സമയത്ത് പോലും സർട്ടിഫിക്കറ്റ് നൽകിയ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അന്ന് ഭരണകക്ഷിയുടെ MLA ആയിരുന്നു. ഈ സത്യവാങ്മൂലത്തിൽ അന്ന് യു.ഡി.എഫ് വളരെ ഗുരുതരമായ വിവരങ്ങളാണ് ഹൈക്കോടതിയിൽ സമർപ്പിക്കുന്നത്. ദേശദ്രോഹ ആശയങ്ങളുള്ള 14 പുസ്തകങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രസിദ്ധീകരണ വിഭാഗമായ ഇസ്ലാമിക് പബ്ലിഷിംഗ് ഹൗസ് പ്രസിദ്ധീകരിച്ചു. സർക്കാർ ജോലികൾ സ്വീകരിക്കുന്നവരെയും സംഘടന എതിരാണ്. കോടതിയെ സമീപിക്കുന്നവരെയും ഇവർ എതിർക്കുന്നു. ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രവർത്തനങ്ങൾ സർക്കാർ സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ടിരിക്കാൻ. പി.വി. കുട്ടനാണ് കോഴിക്കോട് നിന്നുള്ള വിവരങ്ങൾ നൽകിയത്. ജമാഅത്തെ ഇസ്ലാമിക്കെതിരായി യു.ഡി.എഫ് സർക്കാരിന്റെ സത്യവാങ്മൂലം ചർച്ചയാകുന്നു. ജമാഅത്തെ ഇസ്ലാമി തീവ്രവാദ സംഘടനയെന്നും നിരോധിക്കണം എന്നും ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം നൽകിയത് 2014 അന്നത്തെ ഉമ്മൻചാണ്ടി സർക്കാരാണ്.